അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ആശീർവാദ സമയം നിന്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. മക്കളില്ലാത്തവരെ, ഒത്തിരി അബോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ടും ഇനി മടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ, അവരൊറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ചില സമയത്തുണ്ടല്ലോ ഞാൻ ഓർക്കുവേ, എന്തിനു വേണ്ടി, എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം? എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയാമോ? ഇപ്പം മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് വചനം കേൾക്കാതെ തന്താങ്ങളുടെ വഴിക്ക് പോയത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നില്ല. അങ്ങനെ തന്താങ്ങളുടെ വഴിക്ക് പോയാലും ദൈവത്തിന് വേണമെങ്കിൽ തുടച്ച് മാറ്റിയിട്ട് പുതിയൊരു സൃഷ്ടി തുടങ്ങാമായിരുന്നു. ദൈവം അങ്ങനെ ചെയ്തില്ല. റിപ്പയർ ചെയ്തെടുക്കാനാണ് നോക്കിയത്. ക്രിസ്തുവിനെ തന്ന് ആ മനുഷ്യ പ്രകൃതിയെ തന്നെ ദൈവത്തിന്
റിപ്പയർ ചെയ്ത് അതൊക്കെ ചിന്തിക്കുമ്പോഴേ ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറയെ ശരിക്കും. എന്താണെന്നറിയാമോ, ദൈവത്തിന് വേണമെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കക്ഷികളെ തള്ളിക്കളയാമായിരുന്നു. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയും, ആദത്തിൻ്റെ മകൻ സേത്ത് പിന്നെ ഇങ്ങനെ വന്നിട്ട് അത് നിങ്ങൾ കടിച്ചു തൂങ്ങരുത്, ആ ഫിഗറെ കടിച്ചു തൂങ്ങരുത്. മനുഷ്യ പ്രകൃതി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദത്തിൻ്റെ മകൻ സേത്ത് എന്ന് പറയുമ്പോൾ അയാളുടെ സേത്തിൻ്റെ ഇങ്ങനെ എടുത്തു പോകേണ്ട കാര്യമില്ല. മനുഷ്യപ്രകൃതി, ആ മനുഷ്യത്വത്തെ തന്നെയും ആ സ്റ്റെമ്മിനെ തന്നെയാണ് ദൈവം എടുത്ത് റിപ്പയർ ചെയ്തത്. ആ മനുഷ്യത്വത്തിലേക്കാണ് തൻ്റെ മകനെ ദൈവം മനുഷ്യാവതാരത്തിലൂടെ പങ്കുകാരനാക്കുകയും ആ മനുഷ്യപ്രകൃതിയെ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തത്. അല്ല വേറെ ഒരു സൃഷ്ടി നടത്തില്ല ദൈവം. അത് ഭയങ്കര വല്ലാത്തൊരു സംഭവമാണതേ. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവത്തിന് വേണമെങ്കിൽ അത് മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട് പുതിയൊരു സംഭവം ചെയ്യാമായിരുന്നു. നെവർ ഹെഡിറ്റ്. ആ പ്രകൃതിയെ തന്നെയാണ്, അതിനുവേണ്ടി ദൈവം ഭയങ്കര വില കൊടുത്ത ചരിത്രമാണ് പുതിയ നിയമം നമ്മോട് പറയണത്. അതെല്ലാം ഒരു ഓണ്ടോളജിക്കൽ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ആ ബുദ്ധിബോധം ഇല്ലാത്തതിന് അക്ഷരാർത്ഥത്തെ വളച്ചൊടിച്ച് അവൻ്റെ തന്നെ നാശമായിട്ട് മാറ്റുകയുള്ളൂ. ഇതിൽ അവൻ അവിശ്വാസിയായി മാറും. അങ്ങനൊന്നുമല്ല. ദൈവസ്നേഹം കൈകാര്യം ചെയ്ത കൈമാറിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകൃതിയുണ്ട്. അത് വല്ലാത്ത ഒരു പ്രകൃതിയാണ്. ദൈവസ്നേഹം കൈമാറും ചെയ്ത പ്രകൃതി. ക്രിസ്ത്യാനിറ്റിയിലുള്ള പ്രകൃതി എന്ന് പറയുന്നത് ഈ കാണുന്ന പച്ചപ്പുകളും സൃഷ്ടപ്രപഞ്ചം മാത്രമല്ല. പ്രകൃതി എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ നാശത്തിന് വിട്ടുകൊടുക്കാതെ അതേ പ്രകൃതി എടുത്തിട്ട് ആ പ്രകൃതി സ്വന്തം പ്രകൃതി ചേർത്തിട്ട് ആ ആദ്യത്തെ പ്രകൃതിയുടെ വിഹലതകളെ പരിഹരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രകൃതിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒണ്ടോളജിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതൊരു വല്ലാത്ത ഒരു സംഭവമാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം സ്നേഹമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. നമ്മുടെ കുർബാന പ്രാർത്ഥന ഒരിടത്തെ, കർത്താവേ, അങ്ങയുടെ ശക്തി പ്രകടമാകുന്നത് കരുണ കാണിക്കുന്നതിലും ക്ഷമ കൊടുക്കുന്നതിലുമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ റൈറ്റ് ഓഫ് ചെയ്യണ തുല്യമാണ്. ദൈവം നമ്മുടെ തെറ്റുകളുടെ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ലേ? അത് ശരിക്കും ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് ശരിക്കും അതിലത് വരണത്. സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് തരാത്തില്ലെന്ന് പറഞ്ഞു. റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കും. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ആൾക്കാർ പ്രസവിക്കുമ്പോൾ എന്താ പറയണത്? അവൻ്റെ കൂടെ ജോലി കിട്ടും, വീട് കിട്ടും, പെണ്ണ് കെട്ടിച്ച് കിട്ടും, കൊച്ചു കിട്ടും, പറമ്പ് കിട്ടും, അവനോട് കൂടി. അങ്ങനെയാണ് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ആ വചനത്തിൻ്റെ കിടപ്പെന്താണ്? അതിൻ്റെ നേച്ചർ എന്താണ്? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി കുരിശിൽ ഏൽപ്പിച്ചവരാണ്. അവനോട് സമസ്തം എന്ന് പറയുമ്പോഴേ അതിൻ്റെ അകത്ത് വരണേ എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞ കരുണ കാണിക്കലും ക്ഷമ കാണിക്കലും തന്നെയാണ് സമസ്തത്തിൽ വരണത്. പത്തോസ് സാപത്ത് ദിവസം മഹാപരാധം ചെയ്തില്ലേ? എന്താണ്? യഹൂദിൻ്റെ ദൃഷ്ടിയിൽ അതിന് ഒരു മാരകഭാവം പോലെയല്ല വരും. കണ്ടവൻ്റെ വയൽ സാപത്ത് ദിവസം കട്ട് തിന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ ഉതപ്പിച്ച് എന്തൊരു പരിപാടിയാണ്! ആ സാധനം ഈശോ റൈറ്റ് ഓഫ് ചെയ്യണം കണ്ടിട്ടില്ലേ? ആഴ്ചകളെ. എന്നിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ദൈവത്തിന് ഗ്രൗണ്ടുണ്ട്. കർത്താവിന് അനന്ത വിജ്ഞാനത്തിൽ നിന്നൊരു പോയിന്റ് എടുത്ത് പറയും, ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തത്? ഇത് പറഞ്ഞുകൊണ്ട് പത്തോസിനെ ചേർത്ത് നിർത്തും. എല്ലാ പാപികളുടെയും കണ്ണു നിറയണത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് നിർത്തും. അതിന് എന്തെങ്കിലും ഒരു ബൈലോ ദൈവം കണ്ടുപിടിക്കും, എന്തെങ്കിലും കണ്ടുപിടിക്കും. കാര്യം വെച്ചാൽ അവനോടുകൂടെ സമസ്തവും എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ അതുണ്ട്. അവനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ നടക്കുമ്പോൾ ക്രിസ്തു തന്നെ പാപത്തിന് വലിയൊരു പരിഹാരമായി നിൽക്കുമ്പോൾ
അതിനിടക്കുള്ള ചീളി കേസാണ് സാപത്ത് ലംഘനവും ഗോതമ്പ് കട്ടുതിന്ന കേസൊക്കെ സമസ്തവും. ഇപ്പം ദൈവം ക്രിസ്തുവിനെ കൊടുത്തപ്പോൾ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇനി പ്രത്യേകിച്ച് ഉപാധി ആവശ്യമില്ല ദൈവത്തിന്. അതാണ് ദൈവം. ആ സ്നേഹം മനസ്സിലാക്കാതെ പോണതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൈവനിന്ദയെന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കണേ. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ദൈവത്തിന് അതിൻ്റെ അകത്ത് വന്ന എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മബന്ധത്തിലേക്ക് കയറിക്കൂടും. അതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവർ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ചിലർക്ക് എന്തെല്ലാം തരത്തിൽ പറഞ്ഞാലും സാരമില്ല, അവൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കും. ഇപ്പം അവരങ്ങനെ പറഞ്ഞുകൊള്ളു, എന്താ തെറ്റിരിക്കണത്, അവളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ശരിയാണല്ലോ എന്നൊക്കെ റൈറ്റ്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ മറുപക്ഷത്തു നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. ദൈവസ്നേഹം ഇല്ലെങ്കിൽ നമ്മുടെ പക്ഷത്തു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ദൈവസ്നേഹത്തെ അറിയാവുന്നവർ നോക്കാം കേട്ടോ. മാതാവാണ് അതൊക്കെ ടോപ്പ്. അതാണ് അവർ അവരുടെ സ്നേഹം ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ചിന്തിച്ച് അതേക്കുറിച്ച് ആലോചനയൊക്കെ പറഞ്ഞത് ദൈവസ്നേഹം എന്താ പറയണത്. ദൈവസ്നേഹം മറിയത്തിൻ്റെ മനസ്സ് ദൈവസ്നേഹം നിറഞ്ഞെന്ന് പറയുന്നതിന് പകരം പറഞ്ഞാണ് അവൾ അതേക്കുറിച്ച് ചിന്തിച്ചു, ആലോചിച്ചു, ഹൃദയത്തിൽ സംഭരിച്ചു എന്നൊക്കെ പറയും. മറിയത്തിൻ്റെ മനസ്സ് ദൈവസ്നേഹത്താൽ നിറഞ്ഞു. എൻ്റെ പേര് ടെസിമോൾ വിനോദ്. നാട്ടിൽ ഞങ്ങളിവിടെ കാഞ്ഞൂരാണ്. ഞാൻ കാനഡയിലാണ്. ഇപ്പോൾ പോയിട്ടൊരു 8 വർഷത്തോളമായി. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ലീവിന് വരുന്നത് 5 വർഷത്തിന് ശേഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഏറ്റവും സന്തോഷിക്കുന്നതും ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നൊരു നിമിഷമാണിത്. ഞാൻ മാത്രമല്ല, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഞാനിവിടെ നിൽക്കുന്നത് ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ അനുഭവിക്കാതെ ഒരു സന്തോഷം അനുഭവിച്ച 5 വർഷമാണ് എൻ്റെ. 2019 ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ തുടങ്ങിയത്. 2018 എനിക്ക് ഒരു യൂട്രസിൻ്റെ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് വരാറുണ്ടായിരുന്നു. 2019 എൻ്റെ സർജറി കഴിഞ്ഞ് റെസ്റ്റിൻ്റെ സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് 2016 മുതൽ എൻ്റെ ഹസ്ബൻഡിന് സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായില്ല, ഞാൻ ജോലിക്ക് പോകണ്ടായില്ല. ഞാനൊരു നേഴ്സായിരുന്നു, പക്ഷേ എനിക്ക് ജോലി ഉണ്ടായില്ല. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല, ഒന്നും ചെയ്തിട്ടുമില്ലായിരുന്നു. പക്ഷേ 2019 ഞാൻ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരുന്നു. കാനഡയിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ജോലി ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. അങ്ങനെ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രയറിൻ്റെ ഒരു ലിങ്ക് വന്നു. അപ്പോൾ എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഞാനപ്പോൾ 6 നിയോഗങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലിട്ടു. അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് വെച്ചത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും സ്ഥിരമായിട്ടൊരു ജോലി എന്നുള്ളതായിരുന്നു. ആ സമയത്ത് ഞാൻ ഒന്നും എനിക്ക് വേണ്ടി ചെയ്തിട്ട് പോലുമില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിനൊരു ജോലി കിട്ടി, നല്ലൊരു കമ്പനിയിലൊരു ജോലി കിട്ടി. പുള്ളി ഒരു വെൽഡറാണ്, അവിടെ നല്ല സാലറിയൊക്കെ ഉണ്ട് വെൽഡേഴ്സിനൊക്കെ. അപ്പോൾ ഒരു ജോലി കിട്ടി ആ സമയത്ത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു ഹെൽത്ത് കെയർ എയ്ഡ് ചലഞ്ച് ചെയ്ത് ഞാൻ അവിടെ എനിക്കൊരു കോഴ്സ് പാസ്സായി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ജോലിയുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ റെക്കമെൻഡേഷൻ ചെയ്തു, എനിക്കൊരു ജോലി കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വെച്ചത് എൻ്റെ അനിയത്തിക്ക് ഒരു വീടും അവൾക്കൊരു ജോലിയായിരുന്നു. ഇതെല്ലാം ഞാൻ ഒന്നിച്ച് വെച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ വെച്ചു, എനിക്കൊരു ജോലി ഒരു ഒക്ടോബർ മാസത്തിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരണേ മാതാവേ എന്ന് വെച്ചു. ഞാനൊരു ജൂൺ ജൂലൈ സമയത്താണ് പ്രാർത്ഥിച്ചത്. പക്ഷേ കറക്റ്റ് എനിക്കൊരു ജോലി, ആദ്യം ഒരു ഗ്രൂപ്പ് ഹോമിൽ ഞാൻ ജോലി ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 2-3 മാസത്തിന് ശേഷം എനിക്കത് റിസൈൻ ചെയ്യേണ്ടി വന്നു, ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് അവിടെ നിന്ന് ഒരു റെക്കമെൻഡേഷൻ കിട്ടില്ല, കാരണം വേറെ എവിടെ നമ്മൾ അപ്ലൈ ചെയ്താലും റെക്കമെൻഡേഷൻ നിർബന്ധമാണ് അവിടെ. അപ്പം ഞാനിങ്ങനെ എനിക്കിനി പറ്റില്ല എന്ന് വിചാരിച്ച് ഭയങ്കര വിഷമം, ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സും ഒത്തിരി ഫാമിലി ഇഷ്യൂസൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഞാൻ ഓൺലൈൻ ഉടമ്പടി പോലെ തന്നെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് പ്രയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഒത്തിരി പ്രൈവറ്റ് സെക്ടറിലേക്കും ഗവൺമെൻറ് സെക്ടറിലേക്കും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയത് കോവനൻ്റ് ഹെൽത്ത് എന്ന് പറയുന്ന ഫേമിലാണ്. അവിടുത്തെ ഒരു സെമി ഗവൺമെൻറ് ഫേമാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര വിശ്വാസമായി. എനിക്കൊരു അങ്ങനെ ഒരു സെക്ടറിൽ എനിക്ക് ജോലി കിട്ടിയത്. അത് കോവനൻ്റ് എന്നുള്ളൊരു നെയിം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമായി. ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി. എനിക്ക് ആദ്യം ഒരു വോളണ്ടിയർഷിപ്പിനാണ് കിട്ടിയത്. അപ്പോൾ ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, മാതാവേ ഇവിടെ എനിക്കൊരു ജോലിയും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം അതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ എനിക്ക് ലോങ് ടൈമിൽ കിട്ടി. അവിടെ ഞാൻ ചെന്ന സമയത്ത് ഞാൻ ചെയ്തത് ലോങ് ടൈമിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു ഭയങ്കര ഒരു അരൂപി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഈ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഈ ലോങ് ടൈമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്ത് എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനെല്ലാം
നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് ആരും കാണാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇപ്പോൾ എനിക്ക് 2 ദിവസം ഓഫാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവർ മരിക്കാറായി കിടക്കണ ഒരു പേഷ്യൻ്റാണ്, അവരുടെ ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ അവരുടെ നെറ്റിമേ ഈശോ മറിയ ഔസേപ്പ് ഈ ആത്മാവിനെ അങ്ങ് ഏറ്റെടുക്കണമേ, ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറ്റങ്ങളും കുറവുകളും പാവങ്ങളും എൻ്റെ മാതാവേ അങ്ങ് ഈശോയുടെ അടുത്ത് സമർപ്പിച്ച് ഈ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോരും. പിന്നെ എനിക്ക് അവർ മരിച്ചു പോയാൽ എനിക്ക് എൻ്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും, അവർ ഈശോയുടെ അടുത്ത് പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും എനിക്ക് പറ്റുന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ ഈശോ എനിക്ക് അവിടെ ഒന്നും ഇങ്ങനെ പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുക അതൊന്നും നടക്കില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് ഈശോയുടെ നാമത്തിൽ ഈ പേഷ്യൻസിന് ഞാൻ കൊടുക്കുകയാണ്, അങ്ങ് ഇതൊരു കാരുണ്യപ്രവൃത്തിയായിട്ട് സ്വീകരിക്കണേന്ന് വെച്ച് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ എല്ലാ ബ്രേക്ക് ടൈമിലും ഒരു ബ്രേക്ക് 30 മിനിറ്റ് ഞാൻ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ കിടക്കേണ്ട എല്ലാ പേഷ്യൻസിനും സ്റ്റാഫിനും ഫാമിലി മെമ്പേഴ്സിനും എനിക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു അമ്മ ഒരു ഗ്രേ കളറിൽ ഒരു സാരി കൊടുത്തു, ഒരു ഹിന്ദിക്കാരിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ ഒത്തിരി പഞ്ചാബീസ് ഉണ്ട്, അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു പഞ്ചാബി ആണെന്നാണ്. പക്ഷെ ഞാനിങ്ങനെ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയാണ്, നിങ്ങൾ എന്തിനെയാണ് പ്രാർത്ഥിക്കുന്നത്, എന്താണ് ഈ സക്കരാരിയിൽ ഞാൻ മുട്ടുകുത്തി ഞാൻ ആരാധിക്കുമ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ ആരാധിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യദൈവമായ ക്രിസ്തുവാണിത്, അപ്പം മാതാവിൻ്റെ ഒരു രൂപം അവിടെയുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ഭയങ്കര ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കി ഭയങ്കര ചിരിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെ ഇത് പറയണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി ഇരുന്നപ്പോൾ ഈ അമ്മ പോയി. അപ്പോൾ ഞാൻ ആലോചിക്കണം, ആ സമയത്ത് വിൻ്റർ ടൈമാണ്, അത് എങ്ങനെ ഒരു സാരി കൊടുത്ത ഒരു സ്ത്രീക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് ആ സമയത്ത് കടന്നു വരാൻ പറ്റുമെന്ന് പിന്നെ എനിക്ക് ആലോചിച്ചിട്ട് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടുമില്ല, അങ്ങനെ ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ പിന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല മാതാവ് എൻ്റെ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും എനിക്കൊരു ഭയങ്കര ഒരു അടയാളമായിട്ട് തന്നാണെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ഇന്ന് വരെയായിട്ടും ഞാൻ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഇങ്ങടേക്ക് നെയിം ഹെയർ ചെയ്ത് ജോലിക്ക് വിളിക്കുകയാണ്. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. 2018 മുതൽ ഈ നിമിഷം വരെ എൻ്റെ ഹസ്ബൻഡിന് ജോലിയിൽ നിന്ന് ഒരു വിടുതൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പെർമനൻ്റ് ആയിട്ടൊരു ജോലിയും കിട്ടി. എൻ്റെ അനിയത്തിയുടെ വീടിൻ്റെ പെർമിഷൻ കിട്ടാതെ ഒരു പ്രളയം വന്ന സ്ഥലത്ത് ഒരു വീടോളം മുങ്ങിയ സ്ഥലത്താണ് ഇവർ വീടിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തത്. അത് കൊടുക്കില്ലായിരുന്നു ഗവൺമെൻറ് സെക്ടറിൽ നിന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു നീ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് അത്ര വിശ്വാസമില്ല. അവൾ എന്നിട്ട് എല്ലാ പ്രാവശ്യം ഇങ്ങനെ മുടങ്ങാണ്, ബാങ്കിൽ നിന്ന് വിളിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും അവർക്ക് അറിയാം. ഒരു പ്രാവശ്യം പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അവൾ പ്രയർ എഴുതിയിട്ട് ഡൗൺലോഡ് ചെയ്ത സാധനം എഴുതിയെടുത്ത് മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞിട്ട് പോയി ഇത് നടന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരത് പാസ്സാക്കുകയും ചെയ്തു. ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്തു. അത് തന്നെയല്ല, അപ്പോൾ ഇവർക്ക് പേടി 2 പേരുടെ വളരെ തുച്ഛമായിട്ടുള്ള സാലറി, ഒരാളുടെ സാലറി കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഞാനിത് ലോൺ കിട്ടിയത് എങ്ങനെ അടയ്ക്കും, കുറിയുണ്ട് ചിട്ടിയുണ്ട് ഇതൊക്കെ എങ്ങനെ അടയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ചിവർ വീട്ടിലെത്തുമ്പോൾ അവരുടെ ഹോസ്പിറ്റൽ, അവർ ഹസ്ബൻഡ് ഒരു ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്, അവിടുത്തെ മാനേജറും സിസ്റ്ററും വീട്ടിൽ വന്നേക്കാണ് ഒരു ജോലിയുടെ ഓഫർ അങ്ങോട്ട് കൊടുത്തോണ്ട് സെയിം ഡേ. അപ്പോൾ അവൾക്ക് പൂർണ്ണ വിശ്വാസം, അവൾ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ചാച്ചൻ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുകയായിരുന്നു. ഒരു കടയൊക്കെ ഉണ്ടായി. ഒരു ദിവസം 2020 ഡിസംബർ 27-28 ദിവസങ്ങളിൽ ഞങ്ങളുടെ ഉണ്ണീശോയ്ക്ക് ഒരു മോതിരം വാങ്ങിക്കുക. അവിടെ പെരുന്നാളിനൊരു ഒരു നേർച്ചയുണ്ട്, എല്ലാ വർഷവും ഒരു മോതിരം ഇടാറുണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടി സൈക്കിളിൽ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത് സൈക്കിളിൽ നിന്ന് മറിഞ്ഞ് താഴെ വീണു, തലയടിച്ച് വീണു. പക്ഷെ അപ്പം പുള്ളി എണീറ്റ് നടന്നു, പക്ഷേ തലപൊട്ടി പൊട്ടുകയും ചെയ്തു, തലയുടെ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ഞാനിവിടെ ഇല്ല. എന്നെ വിളിച്ച് പറയുമ്പോൾ അവിടെ ഭയങ്കര രാത്രി സമയമാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചാച്ചനെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ICUവിൽ കൊണ്ടുവന്നു. ICUവിൽ അവിടെ കൊണ്ടുവന്ന സമയത്ത് ചാച്ചന് ബോധമില്ല, ചാച്ചനെ തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു. എന്നോട് എൻ്റെ നാത്തും വിളിച്ചു പറഞ്ഞു ചേച്ചി ഒന്നും പറയാൻ പറ്റില്ല, സർജറി ചെയ്യണോ വേണ്ടയോ എന്ന് സംശയമാണ്, ചേച്ചി പറഞ്ഞാൽ സൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ചെയ്തോ, എന്ത് ആയിക്കോട്ടെ നമുക്ക് ലാസ്റ്റ് ചാൻസ് വരെ നോക്കാമെന്ന് പറഞ്ഞു. സർജറിക്ക് കയറ്റി. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ കൃപാസനത്തിൽ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ ഫുൾ ടൈം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലി എന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ 2 ദിവസം പ്രാർത്ഥനയും കരച്ചിലും തന്നെ. ഇവിടേക്ക് വിളിക്കാൻ നോക്കിയിട്ട് എനിക്ക് വിളിച്ചിട്ട് കണക്ഷൻ കിട്ടണില്ല. പിന്നെ ലാസ്റ്റ് ഞാനിങ്ങനെ അങ്ങോട്ട് വിളിക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഫാദർ VP ജോസഫിൻ്റെ IMO എന്നൊരു മെസ്സേജ് ഞാൻ കണ്ടു. അപ്പോൾ IMOയിലേക്ക് ഞാൻ വിളിക്കാൻ നോക്കി കിട്ടിയില്ല. ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് വോയിസ് റെക്കോർഡ് ചെയ്ത് ഒരു മിനിറ്റ് മെസ്സേജാണ്. ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഇട്ടു, എനിക്കിങ്ങനെ എൻ്റെ ചാച്ചൻ്റെ അവസ്ഥ പറഞ്ഞു. രണ്ടാമത് ഞാൻ മെസ്സേജ് അയക്കാൻ നോക്കുമ്പോൾ എൻ്റെ നാത്തൂന് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുകയാണ് ചേച്ചി അപ്പോൾ ഡോക്ടർ പറഞ്ഞു റൈറ്റ് സൈഡ് പാരാലിസ്ഡ് ആണ്, പിന്നെ നമുക്ക് ട്രക്യോസ്റ്റമി ചെയ്യേണ്ടി വരും, ഫുള്ളി ബെഡ് റിഡൻ ആയി പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അപ്പം അവൾ എന്നെ വിളിച്ച് പറയണത് സെക്കൻഡ് ഡേയിൽ അവൾ വിളിച്ച് പറയാണ് ചേച്ചി ആ റൈറ്റ് സൈഡിൽ കൈ ചാച്ചൻ പൊക്കി, ചാച്ച കണ്ണു തുറന്നു, എന്നെ തിരിച്ചറിഞ്ഞു, എന്നോട് പേര് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ICUവിൽ എണീറ്റ് നടന്നു. 15ാമത്തെ ദിവസം എൻ്റെ ചാച്ചൻ നടന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. പിറ്റേ വർഷം അതേ ചാച്ചൻ ഉണ്ണിച്ചോയ്ക്ക് മോതിരം മേടിച്ച് പള്ളി കൊണ്ട് ഇടുകയും ചെയ്തു. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ചാച്ചനുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്, ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ടായി, ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ചാച്ചൻ കൂടെയുണ്ട്. അതെൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷിയാണ്. അന്ന് ഞാൻ നേർന്നാണ്, ഞാൻ എന്ന് കാനഡയിൽ നിന്ന് ഞാൻ നാട്ടിലെത്തണോ എൻ്റെ അമ്മേനെ കണ്ടിട്ട് ഞാൻ എൻ്റെ പെറ്റ അമ്മേനെ കാണാൻ പോകുള്ളൂ എന്ന് ഞാൻ നേർന്നുണ്ടായിരുന്നു.
ഞാൻ വന്ന് 29-30 തീയതി ഞാനിവിടെ എത്തി, കാഞ്ഞൂർ വന്ന് ഞങ്ങൾ കുളിച്ചൊന്ന് റെഡി ആയിട്ട് നേരെ ഇവിടേക്കാണ് വന്ന്. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ചാച്ചനെ അമ്മച്ചിനെയും കാണാൻ പോയത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അതിൻ്റെ ആ വില, എൻ്റെ ചാച്ചൻ്റെ എൻ്റെ പാരൻസിൻ്റെ വില എനിക്ക് മനസ്സിലാക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. എനിക്ക് അത്ര ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ ഒരു ചിന്തയെന്നാണ് എനിക്ക് പിന്നെ അവരുടെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും വേറെ ഒന്നും ചിന്തിക്കാതെ അവർക്ക് എന്താ വേണ്ടേ അവരുടെ കാലത്തോളം ചെയ്യാനുള്ളൊരു വലിയൊരു കൃപ എനിക്ക് ദൈവം തന്നു. അതിനുള്ള എല്ലാ സാമ്പത്തിക സ്ഥിതിയും എനിക്ക് മാതാവ് തന്നു. അവരെ ഇപ്പോൾ എനിക്ക് പൊന്നു പോലെ നോക്കാൻ പറ്റണം. അതെനിക്ക് മാതാവിന് ഏറ്റവും വലിയ, അതിനാണ് ഞാനിവിടെ നിൽക്കാൻ ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ എനിക്ക് ഒരു ആറനാവണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ മാതാവിൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ട് എനിക്ക് നടക്കില്ലായിരുന്നു. കാരണം അതിന് വേണ്ടി ഒത്തിരി പൈസ ചിലവാകും. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല അവിടെ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് 2020 അവിടുത്തെ ഒരു നിയമം ചേഞ്ച് വന്നു. എൻഗ്ലക്സാറൻ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാനഡയിൽ ഒരു ഒണ്ടാരിയോ എന്ന പ്രൊവിൻസിൽ നമുക്ക് ജോലി ചെയ്യാം. ആ സമയത്ത് ഞാൻ എൻഗ്ലക്സാറൻ, എനിക്ക് ആ സമയത്ത് എല്ലാ സാഹചര്യം, ഞാൻ എല്ലാം വിവരിച്ച് പറയില്ല, ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് സാഹചര്യം അനുകൂലമായിട്ട് വന്നു. ഞാൻ പഠിച്ചു, ഞാൻ പാസ്സായി സമയത്ത് എൻ്റെ അനിയത്തി 2 ദിവസം മുമ്പ് എൻ്റെ അനിയത്തിയോട് ഞാൻ എപ്പോഴും പറയും, നീ ഒന്ന് പോയി ഉടമ്പടി എടുക്കണേ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വരാനുള്ള ബുദ്ധിമുട്ട് കാരണം അവൾ വന്നില്ല. എൻ്റെ എക്സാം ബുധനാഴ്ചയാണെങ്കിൽ ശനിയാഴ്ച അവളുടെ മനസ്സിൽ മാതാവ് തോന്നിച്ചു കൃപാസനത്തിൽ പോകണമെന്ന്. അവൾ ഞായറാഴ്ച ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ബുധനാഴ്ച എക്സാം എഴുതി. എനിക്ക് എക്സാം ഭയങ്കര പാടായിരുന്നു. ഞാൻ പഠിച്ചതൊന്നും വന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷേ ഞാൻ ഓരോ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ വിശ്വാസപ്രമാണം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്രയും ദളമാതാവ് ചൊല്ലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. കാരണം എനിക്ക് ഒരെണ്ണം പോലും എനിക്ക് അറിയില്ല ശരിയാണുള്ളത്. ആൻസർ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പഠിപ്പിച്ച എൻ്റെ മാമിനോട് ഞാൻ കുറേ കരഞ്ഞു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഭയങ്കര ഒരു വിശ്വാസം എനിക്ക് വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് എക്സാം ഹോളിൻ്റെ പുറത്തുനിന്ന് ഞാൻ ഹസ്ബൻഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ മെറിറ്റ് ഇല്ല, ഞാൻ തിയറി അരച്ച് കലക്കി പഠിച്ചുകൊണ്ട് പോയതാണ്. എല്ലാവരും പറഞ്ഞു നിനക്ക് കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു. എന്നെ പഠിപ്പിച്ച ആളും പറഞ്ഞതാണ്, എൻ്റെ കൂടെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു നിനക്ക് കിട്ടും. കാരണം എന്ത് ചോദിച്ചാലും എനിക്ക് അറിയായിരുന്നു തിയറി. പക്ഷേ ഇവരെന്നോട് ചോദിച്ച ലീഗൽ ആൻഡ് എത്തിക്കൽ സൈഡ് ക്വസ്റ്റ്യൻസാണ് എന്നോട് ചോദിച്ചത്. ഒരു 102 ക്വസ്റ്റ്യൻ. എനിക്ക് ഒന്നും അറിയില്ല. പിന്നെ സെലക്ടോൾ ക്വസ്റ്റ്യൻസും എനിക്ക് അറിയില്ല, ഒരെണ്ണം പോലും എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ മെറിറ്റ് പോയി. എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്ത് ഒന്നാമത്തെ നിയോഗം വെച്ചത് എൻ്റെ ആറാൻ പാസ്സാവണം എന്നുള്ളതാണ്. അത് അമ്മയുടെ നിയോഗമായിരുന്നു. അവളിവിടെ കൊണ്ടുവരാനും പിന്നെ എൻ്റെ ചാച്ചനെ അമ്മച്ചിനെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് രണ്ടും നടന്നു. അപ്പോൾ അതോടുകൂടി ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഒരൊറ്റ മെറിറ്റിൽ അമ്മയുടെ ആ ഗ്രേസിൽ മാത്രം എന്നെ പാസ്സാക്കണേന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. അതെൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു ആറൻ ലൈസൻസ് കിട്ടാന്നുള്ളത്. അതിനിടയ്ക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ അവസാനം ഞാൻ മാതാവ് എനിക്ക് ഒണ്ടാരിയിൽ പോകാൻ പറ്റില്ല, ഞാൻ ആൽബർട്ടയിലാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് എനിക്ക് അവിടെ തന്നെ പോയി നിൽക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞു. മാതാവ് എന്തെങ്കിലും ഒരു നിയമം കൂടെ ചേഞ്ച് ചെയ്ത് തരാമോ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ഈ ജനുവരി മുതൽ, കഴിഞ്ഞ മാസം ഞാൻ അറിയാണ്, ജനുവരി മുതൽ ആൽബർട്ടയിലും ഈ എൻഗ്ലക്സാറൻ അതിൻ്റെ എല്ലാ ക്വാളിഫിക്കേഷനോടും കൂടി നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നിയമം കൂടി ചേഞ്ചായി. അത് എനിക്ക് മാതാവ് പ്രത്യേകം തന്നെ, ഞാനത് എല്ലാവരോടും പറഞ്ഞു. ഞാൻ എന്നോട് പറയണവരോടൊക്കെ ഇങ്ങനെ ഒണ്ടാരിക്ക് പോകാൻ പറയുമ്പോൾ ഞാൻ പറയും, മാതാവ് എനിക്കൊരു അത്ഭുതം പ്രവർത്തിക്കും, ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്, ഞാൻ ഉടമ്പടി എടുക്കട്ടെ, അത് കഴിയുമ്പോൾ മാതാവ് ഒരു അത്ഭുതം പ്രവർത്തിക്കും. പക്ഷേ അതിന് മുമ്പ് തന്നെ മാതാവ് എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു തന്നു. പിന്നെ ഉള്ളത്, ഞാനിപ്പം ഞാൻ ആഗ്രഹിച്ച പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് നടന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്നിട്ട് എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണമെന്നായിരുന്നു. പുള്ളിക്ക് വിശ്വാസമുണ്ട്, മാതാവിന് ഭയങ്കര വിശ്വാസമുണ്ട്, ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ അത്രയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരൻ ഞങ്ങളെക്കാളും ഒരു 5 മണിക്കൂർ ദൂരെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു മാസമായപ്പോൾ ഡിസംബറിലായപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്ഥലത്തേക്ക് തന്നെ ഒരു ജോലിക്ക് മാറ്റം കിട്ടി, ലോക്കൽ ഒരു ജോലി കിട്ടി. പുള്ളിക്കാരന് ജോലിക്ക് പോകേണ്ടത് ഒരു 6:15 സമയത്താണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്താണ് പുള്ളി റെഡി ആവുന്ന സമയം. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആവും. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് 2 കൂടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരു 5ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ഹെവി സ്നോഫോൾ ആയിരുന്നു. ഈ ലാസ്റ്റ് ഡിസംബറിൽ -40-42 ആയിരുന്നു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. ഒരു ദിവസം സ്നോഫോൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ചേട്ടൻ ജോലിക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് വണ്ടി സ്കിഡായി, മൂക്ക് കുത്തി മറിഞ്ഞു, പിന്നെ 2 സൈഡിലേക്കും മറിഞ്ഞു. വണ്ടി ശരിക്കും വട്ടം കറങ്ങി മറിഞ്ഞു വീണു. വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുന്നു. പക്ഷേ ചേട്ടൻ ഒരു പോറൽ പോലും പറ്റാതെ, ഒരു ചുവന്ന പാട് മാത്രം, ഒരു കൈമേ, വേറെ ഒരു അപകടം പറ്റാതെ ചേട്ടനെ തിരിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് ഞായറാഴ്ച ദിവ്യബലിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപകടം നടക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ കുർബാന കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാണ്ടായപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് വിളിച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ആ സമയത്ത് നടന്നു. ആ ചേട്ടൻ രക്ഷപ്പെട്ടു എന്നുള്ള വലിയൊരു കാര്യം. വണ്ടി പോയി, പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തിരിച്ചിട്ട്, അതൊരു വലിയ അത്ഭുതമാണ്. ചേട്ടൻ പറയുകയും ചെയ്തു മാതാവിൻ്റെ പ്രാർത്ഥനയും കൊണ്ടാണ് കാര്യങ്ങൾ നടന്നതെന്നുള്ളത്. പിന്നെ ഞങ്ങളൊരു വീട്, എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ ഏറ്റവും അവസാനം വെച്ചത് ഞങ്ങളൊരു വീടായിരുന്നു. ഒരു സാധ്യതയില്ല, 1% വരെ സാധ്യതയില്ലായിരുന്നൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ ആ സമയത്ത് ജോലിയില്ലാതിരുന്നപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഭയങ്കര പൂറായിട്ട് നിൽക്കുന്ന സമയമാണ്. ആഗ്രഹിക്കാൻ പോലുള്ള യോഗ്യത എനിക്ക് ഉണ്ടായില്ല. പക്ഷേ എനിക്കൊരു എല്ലാവർക്കും വീടൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, അവിടെ ഇങ്ങനെ റെൻറ്റിൽ കിടന്ന് എന്തോരം പൈസയാണ് പോകണം, മാതാവേ പണിയെടുക്കുന്ന പൈസ മൊത്തം റെൻറ്റ് പോകണം, ഒരു വീടുണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഒരു സെക്കൻഡ് ഹാൻഡ് വീട് മതി, ചെറിയൊരു വീട് മതി എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ സഹായിക്കാനായിട്ട് ശരിക്കും എനിക്ക് ഓരോ സമയത്ത് ഓരോ മാലാഖമാരെ പോലെ മാതാവ് ഓരോരുത്തർ എനിക്ക് അയക്കാറുണ്ട്. ഒരു സഹോദരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു, ഒരു ഇൻഷുറൻസിൻ്റെ കാര്യത്തിന് വന്നു.
അവൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ സഹായിക്കാം. അങ്ങനെ ഞങ്ങളുടെ പൈസയൊക്കെ കുറച്ച് സേവ് ചെയ്ത് ഒരു 2 വർഷം ഞാനത് പ്രാർത്ഥിച്ചതും ഒരു ഒക്ടോബർ മാസത്തിൽ എനിക്കത് നടത്തണമെന്നായിരുന്നു. ഒക്ടോബറിലാണ് ആ സഹോദരൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇതിനോട് നിങ്ങൾക്ക് വീട് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് തന്നത് ഒരു ഒക്ടോബറിലാണ്. ഇപ്പോൾ ആ വീട് ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു $3 ലക്ഷം ഒരു വീട്, അതാണ് സെക്കൻഡ് ഹാൻഡ് വീടിൻ്റെ അവിടെ ഏറ്റവും ലോവസ്റ്റ്. അത് ആഗ്രഹിച്ചിട്ട് മാതാവ് ഒരു 2000-ൽ കൂടുതൽ സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയൊരു, ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും ഇപ്പോൾ പോലും ഞാൻ ഞങ്ങളുടേതാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത 2000 സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള $600 ലക്ഷം $6 ലക്ഷം മേൽ വിലയുള്ളൊരു വീടൊന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. അത് മാതാവിൻ്റെ പേരിൽ, അത് ഞാൻ ഹോം ഓഫ് ഗ്രേസ് എന്ന് പേരിടാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല ഈ പേര് അവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അത് വെച്ചേക്കാണ്. മാതാവിൻ്റെ മാത്രം അനുഗ്രഹം, ആ ഒരു കൃപയും കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു വീടാണ്. എൻ്റെ മക്കളോട് ഞാനത് പറഞ്ഞു കൊടുക്കേണ്ടത്, എനിക്ക് അറിയാവുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്, ന്യൂറോ സംബന്ധമായ പ്രശ്നമായിട്ട് പാരാലിസ്ഡ് ആയി എന്ന രീതിയിലായ ഒരു ചേച്ചിയാണ്. ഞാൻ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ആ ചേച്ചി എൻ്റെ കൂടെ നടന്നു വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഇന്ന് ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. ഒരുപാട് പേര് എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും മാതാവിനോട് ഞാൻ ഇവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ ഞാൻ പ്രാർത്ഥന യാചിക്കുന്നു. പിന്നെ അതുപോലെ എനിക്ക് എൻ്റെ കുടുംബത്തിന് അന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കും എന്നെ ഇവിടെ നിർത്തിയതിന് ഞാനിപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്തിട്ട് എനിക്കൊരു ഭൗതിക കാര്യങ്ങൾ എനിക്ക് വെക്കാനില്ല. കാരണം എനിക്ക് എല്ലാം മാതാവ് ചെയ്തു തരുന്നുണ്ട്, ചോദിച്ചു തരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ആത്മീയമായിട്ടുള്ള ഉന്നമനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് മാത്രം എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുന്നുള്ളൂ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് വന്നായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതണമെന്നുണ്ട്. പക്ഷേ എനിക്ക് എഴുതി വന്നപ്പോൾ ഒരു ഭൗതിക കാര്യങ്ങൾ എനിക്ക് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ആലോചിക്കായിരുന്നു, എനിക്കതൊന്നും എനിക്ക് എഴുതേണ്ട ആവശ്യമില്ലാണ്ട് തന്നെ എനിക്ക് മാതാവ് ഈശോയുടെ അടുത്ത് ചോദിച്ച് തരുന്നുണ്ട്. എല്ലാവർക്കും ഞാനത് ഈ സാക്ഷി ഞാൻ എല്ലാവർക്കും സമർപ്പിക്കുകയാണ്. എല്ലാ കണ്ണുനീരും, നമ്മുടെ കണ്ണുനീരിന് വിലയുണ്ട്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ സാക്ഷിയാണ്. ഞാൻ ഒരുപാട് കരഞ്ഞേക്കുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ ദൈവം എനിക്ക് മാറ്റി സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ തന്ന് അനുഗ്രഹിച്ച ദൈവത്തിന്, മാതാവിന് ഒരുപാട് നന്ദി. എല്ലാവർക്കും നന്ദി. മനുഷ്യൻ്റെ വഴികൾ അസ്തമിക്കുകയും അവന് മുൻപിൽ വഴി ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ തുറക്കുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത്. ഉടമ്പടി എടുക്കുന്ന വ്യക്തികളുടേത് അവരുടെ ജീവിത സാക്ഷ്യങ്ങൾ, അതാണ് നമ്മോട് പറയുക. ഇസ്രായേൽ ജനത വാഗ്ദാന നാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ മുൻപിൽ ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. അവർക്ക് മുമ്പിൽ ആ പ്രതിബന്ധങ്ങളെയൊക്കെ അവർ തരണം ചെയ്തത് അവരുടെ കൂടെ സഞ്ചരിച്ചിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം മൂലമാണ്, സാക്ഷ്യ പേടകം മൂലമാണ്. അപ്പോൾ വാഗ്ദാന നാട് തേടിയുള്ള ജനത്തിൻ്റെ യാത്രയിൽ അവരുടെ മുൻപിൽ സംഹാര ശക്തികൾ ഒന്നൊന്നായി തകർന്നു വീഴുകയാണ്. അതായത് ജോർദാൻ നദി അവരുടെ മുൻപിൽ വറ്റിപ്പോവുകയാണ്. അങ്ങനെ ജനം മറുകര കടക്കുന്നു. അതുപോലെ തന്നെ ജെറീക്കോ കോട്ടയുടെ സൈനിക ശക്തി, മറ്റ് പലതരത്തിലുള്ള സംഹാര ശക്തികൾ, ഇതൊക്കെ ഒന്നൊന്നായി തരണം ചെയ്യുകയാണ്. ഇതിനൊക്കെ അവർക്ക് കഴിഞ്ഞത് അവർ കൂടെ കൊണ്ടുപോയിരുന്ന, അതായത് അവരുടെ കൂടെ സഞ്ചരിച്ചിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, സാക്ഷ്യപേടകമാണ്. ഇവിടെ ടെസിമോൾ വിനോദ് തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ 3 തരത്തിലുള്ള ഉടമ്പടികളാണ് കൃപാസനം അംഗീകരിക്കുന്നത്. ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ്, ഓൺലൈൻ ഉടമ്പടി, തീർത്ഥാടന ഉടമ്പടി. ടെസിമോൾ പറഞ്ഞത് ആ മകൾ 2019 മുതൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു വരുന്ന ഒരു മകളാണെന്നാണ്. ഇന്നാണ് ടെസ്സി തീർത്ഥാടന ഉടമ്പടി എടുത്തത്, അല്ലേ? അപ്പോൾ 2019 മുതൽ ഓൺലൈൻ ഉടമ്പടിയിൽ ഈ മകൾ വച്ച നിയോഗങ്ങളൊക്കെ, ഹസ്ബൻഡിനും ഈ മകൾക്കും പെർമനൻ്റായിട്ട് ജോബ് വേണം, അതുപോലെ ഇവരുടെ കുടുംബത്തിലെ മറ്റോരോരോ കാര്യങ്ങൾ, ഒരു ഭവനം, അതുപോലെ RN ആയിട്ട് ഉള്ള അതിൻ്റെ എക്സാം പാസ്സാകുക, അതായത് രജിസ്റ്റേർഡ് നേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഈ മകളുടെ ഉടമ്പടി നിയോഗങ്ങളായിരുന്നു. അത് ഒന്നൊന്നായി പരിശുദ്ധ അമ്മ തൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഈ മകൾക്ക് നേടിക്കൊടുക്കുകയാണ്, ഈ മകൾക്കും കുടുംബത്തിനും. ഓൺലൈൻ ഉടമ്പടി വെക്കുമ്പോൾ, ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ നേർച്ച വസ്തുക്കളൊന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് ആകെയുള്ള മുതൽക്കൂട്ട് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമാണ്. എന്നാൽ തൻ്റേതായ രീതിയിൽ ഈ മകൾ പുതിയ മേഖലകൾ തേടുകയാണ്. എങ്ങനെയാണ് എനിക്ക് കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റുക? അപ്പോൾ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്ന മക്കളോട് പറയാറുണ്ട്, ഇവിടെ ഓൺലൈൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കണമെന്ന്. അതിലുള്ളതാണ് കാരുണ്യ പ്രവർത്തികൾ. അപ്പോൾ ഈ മകള് തനിക്ക്
ഒരു ജോലി ലഭിക്കുമ്പോൾ ആ ജോലിയിൽ അവിടെ നോക്കുവാൻ കിട്ടിയ വൃദ്ധരായ അത് രോഗികളായ ദമ്പതികൾ, മക്കൾ, അപ്പോൾ അവർക്ക് വേണ്ടി ഈ മകൾ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേക മരണാസന്നരായി കിടക്കുന്ന രോഗികളെ ഈ മകൾ പ്രാർത്ഥിച്ചൊരുക്കി വിടുന്നു. അതാരും അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ മകൾക്ക് സ്വയം ഒരു ബോധ്യം വരികയാണ്. അങ്ങനെ ഈ മകൾ അവരെ പ്രാർത്ഥിച്ചൊരുക്കി അവർ നല്ല മരണം ലഭിക്കുവാനായിട്ട് ടെസിമോൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, ദൈവമേ, ഈ ഭക്ഷണം എനിക്ക് മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാൻ ഇവിടെ കഴിയുന്നില്ല. ഞാൻ കൊടുക്കുന്ന ഈ ഭക്ഷണം ഈ മക്കൾക്ക് നല്ല രീതിയിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നീ ആക്കണമേ. ഇതൊക്കെയാണ് ഈ മകൾക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യം. അങ്ങനെ തൻ്റേതായ രീതിയിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവൃത്തികളൊക്കെ ടെസിമോൾ ചെയ്യുകയാണ്. അങ്ങനെ ഒന്നൊന്നായി ഉടമ്പടി നിയോഗങ്ങൾ ഈ മകളുടെ ജീവിതത്തിലേക്ക് കൃപകളായി അമ്മ വർഷിക്കുന്നു. ഈ മകൾ അതെല്ലാം നേടിയെടുക്കുകയാണ് തൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് തന്നെ. അങ്ങനെ നല്ല രീതിയിൽ ഇന്ന് സന്തോഷമായി കഴിയുന്ന ഒരു ഫാമിലിയാണ് ഈ മകളുടേത്. ഒരിക്കലും വിചാരിച്ചില്ല ഒരു ഭവനം തങ്ങൾക്ക് അവിടെ കിട്ടുമെന്ന്. കിട്ടുന്ന ശമ്പളമെല്ലാം റെൻറ്റിനായിട്ട് പോകും. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വീടെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ അമ്മ അത് ഒത്തിരിയേറെ ഇരട്ടിയായിട്ട് കൊടുക്കുകയാണ്. 2000 സ്ക്വയർ ഉള്ള ഒരു ചുറ്റളവുള്ള ഒരു വീട് തന്നെയാണ് ഈ മകൾക്ക് കിട്ടിയത്. അതും പ്രതീക്ഷിക്കാത്ത വിലയിലൊക്കെ ഈ മകൾക്ക് കിട്ടുന്നു. പിന്നെ തൻ്റെ പപ്പയുടെ കാര്യം പറഞ്ഞു. തലച്ചോറിനേറ്റ ക്ഷതം മൂലം ആ മകൻ നടക്കില്ല, ആ മകനൊരു റിക്കവറി ഇല്ല എന്ന രീതിയിൽ വന്നിരുന്നതാണ്. പക്ഷേ 15 ദിവസത്തിനുള്ളിൽ അതിനെല്ലാം മാറ്റങ്ങളായി ഓപ്പറേഷനൊക്കെ സക്സസ് ആകുന്നു. അങ്ങനെ നല്ല രീതിയിൽ അവിടെയും പരിശുദ്ധ അമ്മ ഇടപെടുന്നു. ഈ മകൾക്ക് കിട്ടുന്ന അരമണിക്കൂർ സമയം, അതായത് ഡ്യൂട്ടിയിൽ കിട്ടുന്ന അരമണിക്കൂർ സമയം, അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആർക്കും ചിലവഴിക്കാം. പക്ഷേ ഈ മകൾ പോകുന്നത് സക്രാരിയിൽ കുടികൊള്ളുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ്. അവിടെ അമ്മ കടന്നു വരുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. അത് ഈ ടെസിമോളുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. അങ്ങനെ അമ്മ വന്ന് ചോദിക്കുകയാണ്, ഒരു സ്ത്രീ വന്ന് ചോദിക്കുന്നു എന്നാണ് ഇവിടെ ഈ മകൾ പറയുക. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആരാണ് ഈ സക്രാരിയിലുള്ളത്? അപ്പോൾ ഈ മകളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ് അവിടെ. അപ്പോൾ ഈ മകൾ പറയുകയാണ്, ഇത് സത്യദൈവത്തിൻ്റെ പുത്രനായ ഈശോയാണ് സക്രാരിയിലുള്ളത്, ഞാൻ ഈശോയെയാണ് ആരാധിക്കുന്നതെന്ന് അവിടെ ഈ മകൾ ഏറ്റു പറയുന്നു. പിന്നീട് ആ ഒരു ലേഡിയെ അവിടെ കണ്ടിട്ടില്ല എന്നാണ് ഈ മകൾ പറഞ്ഞത്. ഉടമ്പടി എടുക്കുന്നത് വഴി കിട്ടുന്ന അമ്മയുടെ സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യം, അതൊക്കെ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് കിട്ടുന്ന ഒരു വലിയ കൃപയാണ്. അത് നമുക്ക് മാതാവ് തരുന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ ലഭിച്ച് തൻ്റെ അനുജത്തിയുടെ വീടിൻ്റെ കാര്യം, അവളുടെ ജോലി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഈ മകൾ എണ്ണി പറയുകയുണ്ടായി. അതുപോലെ ഈ മകൾ പ്രാർത്ഥിച്ചതുവഴി മറ്റു മക്കൾക്കുണ്ടായ ഹീലിംഗ്, അവർക്ക് ഉണ്ടായ നേട്ടങ്ങൾ, അങ്ങനെ പല രീതിയിൽ ഈ മകളെ ഒരു ഉപകരണമാക്കി ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ, തീർത്ഥാടന ഉടമ്പടി എടുത്ത് അമ്മയോടൊപ്പം വീണ്ടും സഞ്ചരിക്കുവാൻ ഈ മകൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മകളെയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് കരങ്ങൾ അടിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.